ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തനി നാടൻ രുചിയിൽ കേടാകാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി മാങ്ങ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താണ് ഇത് ചെയ്യുന്നത്. ചോറിനും ബിരിയാണിക്കും ഒപ്പം കഴിക്കാൻ സൂപ്പറാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ആദ്യം മാങ്ങ ചെറുതായി അരിഞ്ഞു മാറ്റി വെക്കാം. അച്ചാറിന് നല്ലൊരു മണവും ഗുണവും കിട്ടാൻ നമ്മൾ മസാലകൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവ, കടുക്, വറ്റൽമുളക്, പിന്നെ കായം എന്നിവ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വേണം വറുക്കാൻ. ഞാനിവയെല്ലാം സെപ്പറേറ്റാണ് ചൂടാക്കിയെടുക്കുന്നത്. ഒന്നിച്ച് ചൂടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ആ പച്ച മണം മാറി നല്ലൊരു മണം വരുന്നത് വരെ ഇതൊക്കെ മൂപ്പിച്ചെടുക്കണം. ഇനി കായം മൂപ്പിച്ചെടുക്കാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിൽ വേണം മൂപ്പിച്ചെടുക്കാൻ. വറുത്തെടുത്ത മസാലക്കൂട്ടുകൾ നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. ഈ ഒരു മസാലപ്പൊടിയാണ് നമ്മുടെ അച്ചാറിന് ആ യഥാർത്ഥ നാടൻ രുചി നൽകുന്നത്. നല്ല ഫൈൻ പൗഡറായി പൊടിക്കേണ്ടതില്ല, ഇതുപോലെ മതി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഒരു ചട്ടിയിൽ നല്ലെണ്ണ നന്നായി ചൂടാക്കി എടുക്കാം. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ ചൂടാക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. മാങ്ങയിലെ ജലാംശമൊക്കെ മാറി കുറച്ചൊന്ന് വാടി വരുന്നത് വരെ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അച്ചാർ പെട്ടെന്ന് കേടുകൂടാതെ ഇരിക്കും. മാങ്ങ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ സ്പെഷ്യൽ മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർക്കാം. കൂടെ അച്ചാറിന് ആവശ്യത്തിന് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മാങ്ങയിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ നാവിൽ വെള്ളം ഊർന്ന സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം ഒരു ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കാം. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.